നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ്. ഓക്കെ, 2 ഒറാക്കിൾ ഡെക്കാണ് കേട്ടോ. സമയമുണ്ടേ നമുക്ക് ഇനി എടുക്കാം. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. അവരുടെ തെറ്റുകൾ നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ അല്ല ഒരു ടെമ്പററി ഡിസ്റ്റൻസിലാവട്ടെ, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ സ്നേഹം അത് അതേപടി അവിടെ തന്നെ ഉണ്ട് അല്ലേ. ഐ എം അഫ്രെയ്ഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. സൊസൈറ്റിയെ പറ്റി ബോധേഡാണ്, സോഷ്യൽ ഇമേജിനെ പറ്റി ബോധേഡാണ് എന്നാണ് അവർ പറയുന്നത്. ഐ ഹവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടൊരു പാഷൻ അവർക്ക് ഇതിനു മുന്നേ ആരോടും തോന്നിയിട്ടില്ല. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. നിങ്ങൾ അവരുടെ ഭാഗവും കൂടി മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് അവരുടെ സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. ഐ കാൺട്ട് മേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഐ നീഡ് ടു ഫിഗർ മൈസെൽഫ് ഔട്ട്. അവർ കൺഫ്യൂസ്ഡാണ്. അവർക്ക് അവരെപ്പറ്റി തന്നെ ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. ഐ കാൺട്ട് എക്സ്പ്രസ് മൈസെൽഫ്. അവർക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് ചുറ്റിനുമുള്ള മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടൊരു വ്യക്തിയാണ്, സ്പെഷ്യലാണെന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെ പ്രതി അവർ ഒബ്സെസ്ഡ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. സമയമുണ്ട്. വിൽ യു ലീവ് മീ ലൈക്ക് അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരെ ചെയ്തതുപോലെ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ വിട്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. ഇഫ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ഐ വുഡ് ഹാൻഡിൽ എസ് ഡിഫറെൻ്റ്ലി. റിവേഴ്സ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, റിവൈൻഡ് ചെയ്ത് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്തേനെ. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിൻ കെയർ. നിങ്ങൾക്ക് താല്പര്യമില്ലയോ എന്ന് തോന്നി. നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി അവർക്കൊരു ക്ലാരിറ്റി ഇല്ല.